മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയ ജൂത സ്ത്രീയെ തിരയുകയാണ് ഇറാൻ. ലോകത്തിന്റെ ഏത് കോണിലുണ്ട് എങ്കിലും അവരെ കണ്ടെത്തും എന്നാണ് ഇറാൻ പറയുന്നത്. മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയ ഇസ്രായേൽ വനിത ഒന്നാം തരമായി കബളിപ്പിച്ചത് ഖമനേയിയെ തന്നെ. ഫ്രഞ്ച് മാധ്യമപ്രവർത്തകയായ കാതറിൻ പെരേസ് ശക്തം രഹസ്യ ചാരവനിതയായി 2 വർഷം മുൻപാണ് ഇറാനിൽ പ്രവേശിച്ചത്. ഖമനേയിയുടെ വെബ്സൈറ്റായ ഖബനി.ir-ൽ ബ്ലോഗറായ കാതറിൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധം സ്ഥാപിച്ചു. ഇതാണ് ഇറാന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ കാതറിനെ സഹായിച്ചത്. യമനിലെ മുൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ കൺസൾട്ടന്റാണ് ഇവർ. ഇസ്ലാമിക ഭീകരത, റാഡിക്കലൈസേഷൻ, സെമിറ്റിസം എന്നിവയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും പേരുകേട്ടയാളാണ്. ഇറാൻ ചാരവൃത്തി കണ്ടെത്തിയപ്പോഴേക്കും കാതറിൻ രാജ്യം വിട്ടു. നിലവിൽ കാതറിൻ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഫ്രഞ്ച് മാധ്യമപ്രവർത്തകയായ കാതറിൻ പെരേസ് ശക്തം രഹസ്യ ചാരവനിതയെ 2 വർഷം മുൻപാണ് ഇറാനിൽ എത്തുന്നത്. ഇറാന്റെ അതീവ രഹസ്യങ്ങൾ കൈമാറി ഇസ്രയേലിന്റെ ഓപ്പറേഷനുകൾ വിജയകരമാക്കാൻ സഹായിച്ചത് കാതറിൻ ആയിരുന്നു. ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് കാതറിൻ ജനിച്ചത്. ലണ്ടൻ സർവകലാശാലയിലെ പഠനകാലത്ത് കണ്ടുമുട്ടിയ മുസ്ലിം യമനിയായിരുന്നു കാതറിന്റെ ഭർത്താവ്. വിവാഹത്തിന് കാതറിൻ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുകയും പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസിയായി മാറുകയും ചെയ്തു. എന്നാൽ 2014-ൽ രണ്ടുപേരും വേർപിരിഞ്ഞു. 2017-ലാണ് കാതറിൻ ഇറാനിൽ എത്തിയത്. റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാതറിൻ ഇറാനിയൻ നേതാക്കളെ ആദ്യമായി കണ്ടുമുട്ടിയത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയി, മുൻ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ സുലൈമാനി, മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തുടങ്ങിയ പ്രമുഖരുമായും കാതറിന് ബന്ധമുണ്ടായിരുന്നു. തങ്ങളെ ചതിച്ചവരെ വിടാതെ പിന്തുടരുകയാണ് ഇപ്പോൾ ഇറാൻ. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിനു വേണ്ടി രാജ്യത്തിനകത്ത് ചാരവൃത്തി നടത്തിയവരെ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട അടുത്തിടെ 3 പേരെ ഇറാൻ തൂക്കിലേറ്റിയിരുന്നു. ഇപ്പോൾ ഇറാൻ ഈ യുവതിയുടെ പിന്നാലെയാണ്. മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ ലോഞ്ച് ബേസ് സ്ഥാപിക്കുകയും ടെഹ്റാനിനടുത്ത് മിസൈൽ ലോഞ്ചറുകൾ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തതായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നു. ടെഹ്റാനടുത്തുള്ള രഹസ്യ താവളത്തിൽ നിന്ന് മൊസാദ് ചാരന്മാർ വിക്ഷേപിച്ച ഡ്രോണുകളാണ് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ തകർത്തത് എന്നും പറയപ്പെടുന്നു. മൊസാദും ഇസ്രയേൽ സൈന്യവും കഴിഞ്ഞ 3 വർഷമായി തയ്യാറെടുത്ത് നടപ്പാക്കിയതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നും റിപ്പോർട്ടുകളുണ്ട്. മാസങ്ങൾ നീണ്ട പദ്ധതിയിലൂടെ സ്യൂട്ട് കേസുകളിലും ട്രക്കുകളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകളിലും സ്ഫോടക വസ്തുക്കൾ ഇറാനിൽ എത്തിക്കുകയാണ് ആദ്യം ചെയ്തത്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതോ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തോന്നിക്കുന്നതോ ആയ ക്വാഡ് കോപ്റ്ററുകളിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത്. തുടർന്ന് ഇവ ഇറാനിലേക്ക് തന്ത്രപരമായി കടത്തി. ആളില്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളും ഇസ്രയേലി പ്രവർത്തകർ ഇറാനിലേക്ക് കടത്തി എന്നാണ് റിപ്പോർട്ടുകൾ. വളരെ രഹസ്യാത്മകമായും തന്ത്രപരമായും തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ഡ്രോൺ ഓപ്പറേഷനും. ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ തയ്യാറാക്കി നിർത്തിയിരുന്ന സംഘങ്ങൾ വിവിധ ദൗത്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. ചിലർ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കി, മറ്റു ചിലർ മിസൈൽ ലോഞ്ചറുകൾ ആക്രമിച്ചു. വളരെ അടുത്തുനിന്ന് ആക്രമിക്കാൻ പാകത്തിൽ കൃത്യമായ ആയുധങ്ങൾ മൊസാദ് ഏജന്റുമാർ ഇറാനിലേക്ക് കടത്തിയിരുന്നു. ഇറാൻ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സമീപം വരെ മൊസാദ് ഏജന്റുമാർ ആയുധങ്ങൾ സ്ഥാപിച്ചിരുന്നു. ഇറാനിൽ മൊസാദ് ചാരന്മാരായി തദ്ദേശീയർ തന്നെ ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ സൈനിക താവളങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ, ആണവ ലക്ഷ്യങ്ങൾ എന്നിവ തിരിച്ചറിയാനായി ഡാറ്റയും ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനം ചെയ്യാൻ ഇറാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിരുന്നു. AI സംവിധാനം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാണ് ആക്രമണത്തിന്റെ ഇടം നിശ്ചയിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നും ഇതിനായി US നിർമ്മിത AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.